എല്ലാവർക്കും നമസ്കാരം. ഇതൊരു പേഴ്സണൽ വീഡിയോ ആണ്. കുറേ പേര് പേഷ്യൻസ് തന്നെയാണ് കൂടുതലും ചോദിക്കുന്നുണ്ട്, പ്രതീക്ഷ എന്തായി, ഹോസ്പിറ്റൽ എന്തായി, തുടങ്ങുന്നത് എന്തായി എന്നുള്ള ഡീറ്റെയിൽസൊക്കെ. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞു കാണും, ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റെസിഗ്നേഷൻ കൊടുത്തു. വളരെ വലിയൊരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ഒരു 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 ഓൺട്രപ്രണർ ആവുക എന്നുള്ളത്, സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടാകുക എന്നുള്ളത്, അത് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത്, അത് എനിക്കും ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളതിൻ്റെ പേരെന്ത് വേണമെന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു. അങ്ങനെ തന്നെ ആ ഗ്രൂപ്പ് തന്നെയാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിന് ഇട്ടത്. ഇത് 1.5 വർഷം മുന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിനും ആ പേര് തന്നെയാണ് ഇട്ടത്. ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്ലിനിക്കാണ്. പ്രതീക്ഷ എന്ന് തന്നെയാണ് പേര്. പ്രതീക്ഷ ഫെർട്ടിലിറ്റി സെൻ്റർ എന്നാണ് പേര്. അത് തുടങ്ങുന്നത് ഇപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണ്. നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ തന്നെയാണ്. വാടകയ്ക്കെടുത്ത് നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയാണ്, അവിടെ സ്കാനിങ് ഉണ്ട്, ലബോറട്ടറി സർവീസുകളുണ്ട്, ഫാർമസി, ഡിസ്പെൻസറി ഉണ്ട്, പിന്നെ എൻ്റെ കൺസൾട്ടേഷൻ ഉണ്ട്, IUIയും ചെറിയ മൈനർ കാര്യങ്ങളൊക്കെ ചെയ്യും. IVFൻ്റെ സ്റ്റിമുലേഷൻ നമ്മളവിടെ ചെയ്യുന്നു. നമ്മൾ പിക്കപ്പും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ വേറൊരു ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ഉണ്ട്, അവിടെ വെച്ചിട്ടായി, കൊല്ലത്ത് തന്നെ അവിടെ വെച്ചിട്ടായി ചെയ്യുന്നത്. ബാക്കി മരുന്ന് കാര്യങ്ങൾ തുടങ്ങുന്നതും ഇഞ്ചക്ഷനൊക്കെ നമ്മളവിടെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്, ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഉള്ളടക്കം എന്ന് പറയാൻ. ഇതിനെ ഒരു തുടങ്ങുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പാടാണ് കേട്ടോ. നമ്മൾ ഇത് തുടങ്ങാൻ വിചാരിച്ചപ്പം തന്നെ കുറേ പേരെന്നെ ചിന്തിക്കണം. കാരണം ഒരു സ്റ്റേബിൾ ജോലിയാണ്, അത് കളയുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒന്നാമത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്, ഇനി എന്തിനത് കളയണം, ആ ജോലി എന്തിനു കളയണം ഒക്കെ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നതാണ്, നമ്മളെപ്പോഴും കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ നിന്ന് എത്തുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വളരുന്നതും കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതും. അതൊന്ന്. പിന്നെ നമുക്ക് ഉയരണമെങ്കിൽ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം, നമ്മളെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ അത് ചിലപ്പോൾ ഞാൻ അവിടെ എത്തുമ്പം ഒരു സ്റ്റേബിളായിട്ടൊരു എൻവയോൺമെൻറ്റിൽ ചിലപ്പോൾ ഞാനത് ചെയ്യണമെന്നില്ല, ഞാൻ ഉഴപ്പും, ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങും എന്നൊക്കെ പേടി കാരണമാണ് ഇത് തുടങ്ങിയത്. പിന്നെ എനിക്ക് എന്തെങ്കിലും പേഷ്യൻറ്റിനോട് ചെയ്യണമെങ്കിൽ, ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ വേറൊരാളുടെ സ്ഥാപനത്തിൽ നിന്നില്ല, ഒരു സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ചെയ്യുന്നതിലും വളരെയധികം പരിമിതികളുണ്ട്. ഇതാകുമ്പോൾ എനിക്കിഷ്ടമാണ്, എനിക്ക് സഹായിക്കണം എന്ന് തോന്നുന്ന അർഹരായ ഒരാളെ സഹായിക്കാൻ എനിക്ക് ഒരു കാരണവശാലും എനിക്ക് മടിയോ എനിക്ക് ബുദ്ധിമുട്ടോ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഏറ്റവും പാഷൻ, എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിയും ഗൈനക്കോളജിയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നോക്കുന്നത്. പിന്നെ ഞാൻ ഇനി ഗർഭിണികളെ നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗർഭിണികളെ ഞാൻ കഴിവത് എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പോസിറ്റീവ് ആവുന്നവരെ മാത്രം നോക്കാമെന്നാണ് വിചാരിച്ചത്. അല്ലാതെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഒബ്സ്ട്രറ്റിക്സ് അല്ലെങ്കിൽ അവരെ നോക്കാനുള്ള സമയം ചിലപ്പം കിട്ടണമെന്നില്ല, ഈ IVF കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പം അത് ഒരു കാര്യം. പിന്നെ ഈ തുടങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ പാടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു അങ്കിളുണ്ട്, ജയകുമാർ എന്നാണ് പേര്. അദ്ദേഹമാണ് എൻ്റെ റൈറ്റ് ഹാൻഡിൽ നിന്നത്. പിന്നെ ഫാമിലി ഉണ്ട്, ഓഫ് കോഴ്സ്, അനിയനുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡിൽ നിന്ന് വെച്ചിട്ടാണ്, കാരണം ഇദ്ദേഹമാണ് ഇതിൻ്റെ പുറകിൽ ഓടേണ്ടത്. ഞാനിപ്പോൾ ഈ രാജഗിരിയിലും ക്രാഫ്റ്റിലും നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പുറകിൽ ഓരോ പേപ്പറും, എന്തൊക്കെ പേപ്പറാണെന്നറിയോ, നമ്മൾ ഈ ഏകജാലകം എന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും അല്ല സത്യം. കേരളത്തിൽ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാട് തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം പഞ്ചായത്ത് ലൈസൻസ് വേണ്ടി ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് പൊല്യൂഷൻ കൺട്രോൾ വേണം, പൊല്യൂഷൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇമേജിൻ്റെ വേണം. അപ്പോൾ ആദ്യം ഒരു കെട്ടിടം എടുത്തു, പിന്നെ അതിൻ്റെ വാടക ചീട്ട് കാര്യങ്ങളൊക്കെ എഴുതി, ഇമേജിൻ്റെ സർട്ടിഫിക്കറ്റിന് പോയി. ഇമേജിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടു. അത് കിട്ടിയിട്ട് വേണം സാനിറ്റൈസേഷൻ്റെ സർട്ടിഫിക്കറ്റും വെച്ചിട്ട് വേണം നമ്മൾ പഞ്ചായത്തിന് അപേക്ഷിക്കാൻ. ഇതേ സമയം നമ്മളൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. ലോൺ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഉദ്യമിൻ്റെ ഇത് വേണമെന്ന് പറഞ്ഞു. പിന്നെ അതിന് കുറേ ഫോർമാലിറ്റീസ് ലോണിൽ വന്നു. ഇതുവരെ ലോൺ പാസ്സായിട്ടില്ല, അതാണ് സത്യം. ബാക്കി എല്ലാം നമ്മൾ പറഞ്ഞു വെച്ചേക്കാണ്. ഇനി ലോൺ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ പേയ്മെൻറ്റ് നടത്തുകയും നമുക്ക് സാധനങ്ങൾ കൊണ്ടുവെക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നത്തെ അവസ്ഥ അതുവരെയാണ്. ലോൺ ഒരു 5-6 ദിവസത്തിനുള്ളിൽ പാസ്സാവുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അവരും നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് അവർ നമ്മളെ ഇതിനു വേണ്ടി അവർ നിൽക്കുന്നതും. അവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ബാങ്കും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ഫെഡറൽ ബാങ്കിൽ നിന്നാണ് ലോൺ അപ്ലൈ ചെയ്തത്. അവരും ഞാൻ പറഞ്ഞല്ലോ വളരെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം കുറേയേറെ സ്റ്റെപ്സ് ഉണ്ട്, ഇതുവരെ പഞ്ചായത്തിൻ്റെ ഒന്നും ആയിട്ടില്ല.
8 ദിവസമായി കൊടുത്തിട്ട്, എന്നാലും ഇതുവരെ മറുപടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ചില കാര്യങ്ങളൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. നമ്മളുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടണം. എനിക്കൊരാളുണ്ട് ഈ പറഞ്ഞൊരു സർട്ടിഫിക്കറ്റിൽ ഒരു അദ്ദേഹം പറഞ്ഞത് മെയിൽ തുറക്കാൻ പോലും അദ്ദേഹത്തിന് സമയം കിട്ടില്ലെന്നാണ്. 5 ദിവസമായി മെയിൽ അയച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പോട്ടെ. അപ്പോൾ ഇനിയും ബുദ്ധിമുട്ടുകളുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇനി അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷ എനിക്കും എന്നെ കാണിക്കുന്നവർക്കും ഒരു നല്ല സംരംഭമായി മാറട്ടെ. അവരുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഞാനിത് ഇനാഗുറേഷൻ ഇപ്പം വെച്ചേക്കുന്നത് സെപ്റ്റംബർ 4-നാണ്. അന്ന് തന്നെ നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ലോൺ പാസ്സാവണം, സാധനങ്ങൾ കൊണ്ടുവെക്കണം, കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്തായാലും സെപ്റ്റംബർ തൊട്ട് ഞാൻ കൊല്ലത്ത് കാണും. എല്ലാം നല്ല രീതിയിൽ നടക്കും എന്ന് വിചാരിക്കും. താങ്ക് യു.